ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തി സഹായികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമായിരുന്നു. ആദ്യം ബിഗ് ബോസ് വിളിച്ചു നിർത്തിയത് ഒനീലിനെയും സഹായികളെയാണ്. ഒനീലിന്റെ മോശം അഭിപ്രായങ്ങളൊന്നും പറയാനില്ലായിരുന്നു, കാരണം ഇന്നലെയും ഇന്നും അവർ നല്ലപോലെ തന്നെയാണ് കളിച്ചത്. സഹായികൾ പോരാ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടത് കൊണ്ടാണ് ഇത് എന്ന് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിരുന്നത് കേട്ടോ. ഷാരികയെ ഉദ്ദേശിച്ചാണ് ബിഗ് ബോസ് ഇത് പറഞ്ഞത്. കാരണം ഷാരിക പറഞ്ഞിരുന്നു ബിന്നി അത്ര പോരാ എന്ന്. അതുകൊണ്ട് ബിന്നി കരച്ചിലൊക്കെ ആയിരുന്നു. ലൈവിൽ ഇത് കുറച്ചു നേരം മുമ്പാണ് ബിന്നി കരഞ്ഞത്. ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ ഷാരിക പറഞ്ഞത് ബിന്നി പെട്ടി എടുത്തു എന്ന റീസൺ ആണ്, വലിയ വാലിഡ് റീസൺ ഒന്നും അല്ല ഇന്നത്തെ ടാസ്കിലാണ്. പിന്നെ ഇന്നലത്തെ ഗെയിമിൽ ബെന്നി ഒന്ന് ലാസ്റ്റ് മിനിറ്റ് വലിഞ്ഞായിരുന്നു. ഡ്രസ്സ് അഴുക്കാവും എന്ന് പറഞ്ഞ് ചെളിയിലേക്ക് ഇറങ്ങിയില്ല, ആദിലെയാണ് ചെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ഇത് പറഞ്ഞൊരു തർക്കം ഉണ്ടാവുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അനീഷിന്റെ വക മറ്റേ അലിഗേഷൻ വരുന്നത്. ആ ഒരു പ്രശ്നം റീഷഫ്ലിങ്ങിലാണ് അവസാനിക്കുന്നത് കേട്ടോ. റീഷഫിൾ ചെയ്യുന്നതിൽ ഏറ്റവും അധികം വിഷമമുള്ളത് ഒനീലിനാണ്. കാരണം ടാസ്കിലെ അഗ്രഗണ്യന്മാരെയാണ് ഒനീലിന് മിസ്സാവുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് ഒനീലും ഷാരികയും ലൈറ്റായിട്ടൊന്ന് കോർക്കുന്നുണ്ട്. എന്തായാലും റീഷഫ്ലിങ്ങിൽ റെനയ്ക്ക് കിട്ടിയത് അപ്പാൻഷത്തിനെയും ബിന്നീനെയുമാണ്. സരികയ്ക്ക് കിട്ടിയത് അക്ബർ ആൻഡ് അനുമോൾ. റേണുസുതിക്ക് കിട്ടിയത് ഷാനവാസ്, നെവിൻ എന്നിവരെയാണ്. ഈ രീതിയിൽ എല്ലാവരുടെയും റീഷഫിൾ ആയി കേട്ടോ. ഷാരികയ്ക്ക് കിട്ടിയത് ബിൻസി, അഭിലാഷ് എന്നിവരെയാണ്. ഒനീലിന് ജിസേൽ, ആര്യൻ എന്നിവരെ കിട്ടി. ആദില, നൂറ, ഷൈത്യ എന്നിവരാണ് അനീഷിന് വേണ്ടി മത്സരിക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.